ഹായ് വെൽക്കം ടു മൈറ്റ്കം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു അധ്യാപന പോസ്റ്റ് അഭിമുഖത്തിന് പോകുന്ന സമയത്ത്, അതായത് ടീച്ചിങ് പോസ്റ്റ് ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം പ്രിപ്പറേഷൻ, അതിന്റെ സ്ട്രാറ്റജികൾ എങ്ങനെയാണ്, ഇന്റർവ്യൂകൾ എങ്ങനെയാണ് നടക്കുന്നത്, സോ നമ്മൾ ഏതൊക്കെ ഡയമെൻഷൻസിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഏത് ടീച്ചിങ് പോസ്റ്റ് വിളിച്ചാലും ഒരേ രീതിയിലാണ് പ്രിപ്പറേഷൻ ഉണ്ടാവേണ്ടത്, ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ കണ്ടു നോക്കാം. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതുപോലെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് കാര്യത്തെ പറ്റിയുള്ള വീഡിയോ ആവശ്യമാണെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. വീഡിയോയുടെ അഭിപ്രായം കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. സോ നമ്മൾ ടീച്ചിങ് പോസ്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ കോളേജിലേക്കുള്ള ഒരു ലെക്ചർ പോസ്റ്റ് ആവാം, അല്ല എങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ HSST പോസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഹൈസ്കൂൾ അസിസ്റ്റന്റ് HSA പോസ്റ്റ് ആവാം, അല്ലെങ്കിൽ UP സ്കൂൾ അസിസ്റ്റന്റ് UPSA പോസ്റ്റ് ആവാം, അല്ലെങ്കിൽ അതുപോലെ LPSA പോസ്റ്റ് വേണമെങ്കിലും ആവാം. യൂഷ്വലി UPSA പോസ്റ്റിനുള്ള പ്രിപ്പറേഷനും LPSA പോസ്റ്റിനുള്ള പ്രിപ്പറേഷനും ഓൾമോസ്റ്റ് സിമിലർ ആണ്. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാത്ത ഒരേ രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. സോ നമ്മൾ ഓരോ പോസ്റ്റിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയേഴ്സ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ബേസിക്കലി ഇപ്പം ഫസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ ഏത് ഇന്റർവ്യൂവിന് പോയാലും, ഇപ്പൊ നമ്മൾ കോളേജ് ഇന്റർവ്യൂവിന് പോയാലും, അല്ലെങ്കിൽ HSST ഇന്റർവ്യൂവിന് പോയാലും, അല്ലെങ്കിൽ HSA ഇന്റർവ്യൂവിന് പോയാലും, UPSC ഇന്റർവ്യൂവിന് പോയാലും, നിങ്ങളൊരു ഇന്റർവ്യൂ ബോർഡിലേക്ക് കടക്കുന്ന സമയത്ത് നിങ്ങളോട് ഫസ്റ്റ് ആയിട്ട് ചോദിക്കാൻ പോകുന്നത് നിങ്ങൾ ഡെമോ എടുക്കാൻ ഒന്നും ആയിരിക്കില്ല. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വുഡ് ബി പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. അതിനുശേഷം സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. നല്ലൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും ദ ബെസ്റ്റ് അച്ചീവ്മെന്റ്. ഫോർ എക്സാമ്പിൾ, മെറിറ്റോറിയസ് ആയിരിക്കുന്ന ഒരു കാൻഡിഡേറ്റിനെ നോക്കിയിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഇന്റർവ്യൂ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം, ഇഫ് യു ഏബിൾ ടു ഗീവ് എ ഗുഡ് സെൽഫ് ഇൻട്രൊഡക്ഷൻ, അതായത് വളരെ കോൺഫിഡന്റ് ആയിട്ട് വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞു. ഒരിക്കലും സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രിപ്പയർഡ് എന്ന് പറയുമ്പോൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു പ്രസംഗം ഡെലിവർ ചെയ്യുന്ന മോഡൽ ആവരുത്. അതല്ലാതെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുന്ന ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. സെൽഫ് ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെ ഉണ്ടാവണം? സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒരിക്കലും വലിച്ചു നീട്ടി 10 മിനിറ്റ് അല്ലെങ്കിൽ 8 മിനിറ്റ് നീളമുള്ള സെൽഫ് ഇൻട്രൊഡക്ഷൻ ആവരുത്. നിങ്ങൾക്ക് ഒരു 3 to 4 minutes അല്ലെങ്കിൽ ഒരു 5 minutes കൊണ്ട് നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ തീരേണ്ടതാണ്. സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്തതിനു ശേഷം നിങ്ങൾക്കൊരു മിററിന്റെ മുമ്പിൽ നിന്ന് നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് കറക്റ്റ് ആണോ, നിങ്ങളുടെ ഹാൻഡ് ഓൺ എക്സ്പ്രഷൻ കറക്റ്റ് ആണോ, ഇതെല്ലാം നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. എപ്പോഴും നിങ്ങൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്ട്രെയിറ്റ് ആയി കസേരയിൽ ഇരുന്ന് നിങ്ങളുടെ കൈ വളരെ കൂൾ ആൻഡ് കാം ആയിട്ട് നിങ്ങളുടെ കൈ നിങ്ങളുടെ ലൈക്ക് മടിയിൽ കൊടുത്ത് വളരെ പീസ്ഫുൾ ആയിട്ടിരുന്ന് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നതാണ് നല്ലത്. ഒരു കാരണവശാലും കസേരയിൽ പിടിക്കാനോ കസേരയിൽ കോൺഫിഡൻസ് അറ്റൈൻ ചെയ്യാനോ ഒന്നും ശ്രമിക്കാനോ കൂടെ കൈ മടിയിൽ കൊടുക്കാം. നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ വേണ്ടത് ഫസ്റ്റ് നിങ്ങളുടെ പേര് എന്താണ്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, നിങ്ങളുടെ പേര്, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു കോളേജ് ഇന്റർവ്യൂവിന് പോയിട്ട് നിങ്ങൾ എവിടെ സ്കൂളിൽ പഠിച്ചു, നിങ്ങൾ എവിടെ +2 കഴിഞ്ഞു, ഇതൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം ഒരു കോളേജ് ഇന്റർവ്യൂവിനെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കുന്നത് നിങ്ങൾക്ക് MA അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടോ, നിങ്ങൾക്ക് നെറ്റ് അല്ലെങ്കിൽ സെറ്റ് ഉണ്ടോ, നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ എവിടെ നിന്ന് കഴിഞ്ഞു, അതിനുശേഷം നിങ്ങൾ PhD ചെയ്തിട്ടുണ്ടോ, നിങ്ങൾക്ക് പോസ്റ്റ് ഡോക്ക് ഉണ്ടോ, എന്നൊക്കെയാണ് അവർ നോക്കുന്നത്. അവരോട് പോയിട്ട് ഞാൻ ഇന്ന സ്കൂളിൽ നിന്ന് 10ാം ക്ലാസ് പാസ്സായി, ഇന്ന സ്കൂളിൽ നിന്ന് +2 പാസ്സായി, അതിന് എനിക്ക് ഇത്ര മാർക്ക് ഉണ്ടായിരുന്നു, ഒന്നും പറയേണ്ട കാര്യമില്ല. ബേസിക്കലി നമ്മൾ ടീച്ചിങ് ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ പറയേണ്ടത് ഒന്ന് നിങ്ങളുടെ ഗ്രാജുവേഷൻ ഇൻഫർമേഷൻ പറയാം. പിന്നെ നിങ്ങൾ പറയാൻ പോകുന്ന നിങ്ങളുടെ ഒരു കോളേജ് അത്ര പ്രോമിനന്റ് ഒന്നുമല്ല, നിങ്ങൾക്ക് ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഉണ്ട്, അങ്ങനെയെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ മാത്രം പറഞ്ഞത്. കാരണം ആരും കേൾക്കാത്ത ഒരു കോളേജിനെ പറ്റി ഒരു ഇന്റർവ്യൂ ബോർഡിൽ പോയിരുന്ന് പറയാതിരിക്കുന്നേക്കാൾ നല്ലത് നിങ്ങൾ ആ പോസ്റ്റ് ഗ്രാജുവേഷനെ പറ്റി മാത്രം പറ. അതല്ല, നിങ്ങൾ കഴിഞ്ഞിരിക്കുന്ന ഒരു വെൽ എസ്റ്റീംഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഗ്രാജുവേഷനെ പറ്റി, അതുപോലെ നിങ്ങളുടെ പോസ്റ്റ് ഗ്രാജുവേഷനെ പറ്റി പിന്നെ നിങ്ങൾക്ക് അവിടെ പറയാവുന്നതാണ്. ദെൻ ക്വാളിഫൈഡ് എക്സാമിനേഷൻ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് നെറ്റ് ഉണ്ടോ, നിങ്ങൾക്ക് സെറ്റ് എക്സാം നിങ്ങൾ പാസ്സായിട്ടുണ്ടോ, നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ കാറ്റഗറി നിങ്ങൾക്ക് കേട്ടിട്ട് ഉണ്ട്, നിങ്ങൾക്ക് സീറ്ററ്റ് ഉണ്ടോ, അതുപോലെ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ വേറെ സ്റ്റേറ്റിന്റെ സെറ്റ് എക്സാം പാസ്സായിട്ടുണ്ടോ, നിങ്ങൾക്ക് ഗേറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഗേറ്റ് സ്കോർ എന്താണ്, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് അത് നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു HSA ടീച്ചറിന്റെ ഇന്റർവ്യൂവിനാണ് പോയിരിക്കുന്നത്, പക്ഷെ അപ്പൊ നമുക്ക് കേട്ടിട്ട് കാറ്റഗറി 2 ഉണ്ട് മതി, പക്ഷെ നിങ്ങൾക്ക് നെറ്റും സെറ്റും ഉണ്ട്, അത് ബോർഡിന് അറിഞ്ഞുകൂടാ. സോ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷനിലൂടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ക്വാളിഫിക്കേഷൻസ് ഉണ്ട് എന്ന്, നിങ്ങൾക്ക് ഹയർ ക്വാളിഫിക്കേഷൻസ് ഉണ്ട് എന്ന് ബോർഡിലിരിക്കുന്ന എല്ലാവരെയും കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ടതാണ്. അഡീഷണൽ ക്വാളിഫിക്കേഷൻ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കോളേജ് ഇന്റർവ്യൂവിന് പോകുന്നു, ആ സമയത്ത് നിങ്ങൾക്ക് MSc ഉണ്ട്, ഓക്കെ, ബട്ട് നിങ്ങളുടെ കൂടെ B.Ed ഉണ്ട്. B.Ed എന്ന് പറയുന്നത് കോളേജിൽ ആവശ്യമില്ല, ബട്ട് നിങ്ങൾക്ക് ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് അവിടെ അത് സ്പെസിഫൈ ചെയ്യാവുന്നതാണ്.
ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ഇന്റർവ്യൂവിനാണ് പോയിരിക്കുന്നത്. അവിടെ PhD ആവശ്യമില്ല, പക്ഷെ നിങ്ങൾക്ക് PhD ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയാം. റാങ്ക്സ് ആൻഡ് അച്ചീവ്മെന്റ്സിന്റെ കേസിനകത്ത് നിങ്ങൾ PSC പഠിക്കുമ്പോഴോ MSc പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ PhDക്കോ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഓർഡിനറി, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് റാങ്ക് ഉണ്ട് യൂണിവേഴ്സിറ്റി, സെക്കൻഡ് റാങ്ക് ഉണ്ട്, മെഡൽ ഉണ്ട്, സോ ദോസ് കൈൻഡ് ഓഫ് തിങ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്യാവുന്നതാണ്. ദെൻ അച്ചീവ്മെന്റ്സ്, ഫോർ എക്സാമ്പിൾ NCC യിലുള്ള ഒരാളായിരുന്നെങ്കിൽ NCC എന്താ പറയുക C സർട്ടിഫിക്കറ്റ് നമ്മുടെ ഉള്ള വ്യക്തിയാണോ, അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രോഗ്രാമിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു വലിയ അച്ചീവ്മെന്റ്സ്, ഫോർ എക്സാമ്പിൾ ഒരു ഇൻസ്പയർ സ്കോളർ ആണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന രീതിയിലുള്ള അച്ചീവ്മെന്റ്സ് ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ സ്കിൽ, നിങ്ങൾ പോയിരിക്കുന്നത് ടീച്ചിങ് ഇന്റർവ്യൂവിനാണ്. ടീച്ചിങ് ഇന്റർവ്യൂവിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ സ്കില്ലുണ്ടോ അതാണ് നിങ്ങൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ ടീച്ചറിനെ സംബന്ധിച്ചുള്ള ആവശ്യമുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഓക്കെ, പിന്നെ എന്താ പറയുക, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പ്രോപ്പർ ആയിരിക്കണം, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ, ഈ രീതിയിലുള്ള സ്കില്ലുകൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മെൻഷൻ. നിങ്ങൾ ഏത് പോസ്റ്റിന് പോയിരിക്കുന്നോ ആ പോസ്റ്റിന് ആവശ്യമായിട്ടുള്ള സ്കില്ലുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ സ്കില്ലുകൾ. ദെൻ ഹോബീസ് പറയുമ്പോൾ വളരെ ക്ലിയർ ആയിട്ടിരിക്കുക. നിങ്ങളുടെ ഹോബി വളരെ സ്പെസിഫിക് ആയിട്ടാണ് വേണം പറയാനായിട്ട്. ഒരിക്കലും പോയിട്ട് എനിക്ക് മ്യൂസിക് ഇഷ്ടമാണ്, നോ, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള മ്യൂസിക്, ഏത് ലാംഗ്വേജ്, വളരെ സ്പെസിഫിക് ആവാം. നിങ്ങൾക്ക് ബുക്ക് വായിക്കാൻ ഇഷ്ടമാണ്, എന്ത് ബുക്ക്, നോവലാണോ അതോ കഥയാണോ ചെറുകഥയാണോ കവിതയാണോ ലേഖനമാണോ വാട്ടെവർ, നിങ്ങൾക്ക് എഴുതാൻ ഇഷ്ടമാണ്, നിങ്ങൾക്ക് എന്താണ് എഴുതാൻ ഇഷ്ടം, സോ അത് വളരെ സ്പെസിഫിക് ആയിട്ട് വേണം പറയാനായിട്ട്. നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ താല്പര്യമാണ്, സോ കുക്കിംഗ് ക്യാൻ ബി വെസ്റ്റേൺ ആവാം, അല്ലെങ്കിൽ ഇന്ത്യൻ ആവാം, ആഫ്രിക്കൻ കുക്കിംഗ് ആവാം, ട്രഡീഷണൽ കുക്കിംഗ് ആവാം, ചൈനീസ് കുക്കിംഗ് ആവാം, കൊറിയൻ സ്റ്റൈൽ ആവാം, എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം, ടു ബി വെരി സ്പെസിഫിക്. ദ ലാസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, വൈ ഡു വി സെലക്ട് യു, നിങ്ങളെ ഞങ്ങൾ എന്തിന് സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിൽ നിന്ന് നിങ്ങളെ വേറിട്ട് നിർത്തുന്ന കാര്യം എന്താണ്, നിങ്ങളെ ഞങ്ങൾ സെലക്ട് ചെയ്താൽ ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് അതൊരു ലൈക്ക് നിങ്ങൾക്ക് അത് എന്തുകൊണ്ടാണ് അത് ബെനിഫിറ്റ് ആവും, ഇത്രയും കാര്യങ്ങൾ വേണം ഓർഡർ. അതിനുശേഷം ലാസ്റ്റ് ആയിട്ട് താങ്ക് യു പറഞ്ഞു വേണം നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ക്ലോസ് ചെയ്യാനായിട്ട്. ഇതാണ് സെൽഫ് ഇൻട്രൊഡക്ഷന്റെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഫോർമാറ്റ് എന്ന് പറയുന്നത്. ദെൻ അതിനുശേഷം നമ്മൾ ഇനി ഓരോ ഇന്റർവ്യൂയിലേക്ക് പോകണം. ഇത് ഫസ്റ്റ് നമ്മൾ കോളേജ് ഇന്റർവ്യൂ ആണ് നോക്കാനായിട്ട് പോകും. നിങ്ങൾ കോളേജ് ഇന്റർവ്യൂ നോക്കുന്ന സമയത്ത് ഞാൻ PSC വെച്ചുള്ള കാര്യമല്ല പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ PSC വെച്ചിട്ടാണെങ്കിൽ PSC എക്സാം നടന്നു, അതിനുശേഷം മാർക്ക് അനുസരിച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആളുകളെ ഇന്റർവ്യൂവിന് വിളിക്കുന്നു. നേരെ മറിച്ച് നിങ്ങൾ ഒരു എയ്ഡഡ് കോളേജിന്റെ ഇന്റർവ്യൂവിന് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് നടക്കുന്നുണ്ട്. ഒന്ന്, നിങ്ങളുടെ APS സ്കോർ കാർഡ്, അതായത് UGC കൊടുത്തിരിക്കുന്ന APS സ്കോർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്കോർ ജനറേറ്റ് ചെയ്ത് ഇത്ര മാർക്കിന് മണ്ടയിലുള്ള എല്ലാ ആളുകളെയും ഇന്റർവ്യൂവിന് വിളിക്കുന്നു. സോ APS ഷോർട്ട് ലിസ്റ്റിംഗ് സംഭവിക്കുന്നുണ്ട്. അതല്ല എങ്കിൽ ചില കോളേജുകളിലൊക്കെ ഷോർട്ട് ലിസ്റ്റിംഗ് നടക്കുന്നത് റിട്ടൺ എക്സാം നടത്തി ടോപ്പായിട്ട് വരുന്ന 10 പേരെയോ 15 പേരെയോ ഇന്റർവ്യൂവിന് വിളിക്കുന്നു. സോ യൂഷ്വലി ഈ പറയപ്പെടുന്ന ഇന്റർവ്യൂവും ഡെമോ ക്ലാസ്സും ഒന്നിച്ചാണ് നടക്കുന്നത്. ബട്ട് ചില സ്ഥലങ്ങളിൽ ആദ്യത്തെ ദിവസം ഡെമോ ക്ലാസ്സിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ മാത്രം ഇന്റർവ്യൂവിന് വിളിക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. ഓക്കെ, നടക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്. ഇനി ഡെമോയെ പറ്റി, ഒരു കോളേജ് ഇന്റർവ്യൂവിന്റെ കേസിനകത്ത് ഡെമോയെ പറ്റി ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഞാനിപ്പോൾ ഒരു കെമിസ്ട്രി പെർസ്പെക്ടീവിലാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ ഏതാണോ സബ്ജക്ട് അത് വെച്ചിട്ട് നിങ്ങൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു കെമിസ്ട്രി പെർസ്പെക്ടീവ് എടുക്കുകയാണെങ്കിൽ കെമിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ബേസിക്കലി 4 ബ്രാഞ്ച് ഉണ്ട്. ഓർഗാനിക് കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രി, ഇനോർഗാനിക് കെമിസ്ട്രി, അനലിറ്റിക്കൽ കെമിസ്ട്രി. ഇതിനകത്ത് നിങ്ങൾക്ക് എളുപ്പമുള്ള ഏതെങ്കിലും ഒരു ബ്രാഞ്ച് കാണും. നിങ്ങൾ ആ ബ്രാഞ്ച് ഏതാണെന്ന് ചൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഫിസിക്കൽ കെമിസ്ട്രി ആണെന്ന് വിചാരിക്കുക. അതിനുള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്ക് കാണും. ചിലപ്പോൾ തെർമോഡൈനാമിക്സ് കാണും, ചിലപ്പോൾ കൈനറ്റിക്സ് കാണും, ചിലപ്പോൾ ഗ്രൂപ്പ് തിയറി കാണും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കുകളാണ്, അല്ലെങ്കിൽ സ്പെക്ട്രോസ്കോപ്പി കാണും. നിങ്ങൾക്ക് അതിനകത്ത് ഏറ്റവും സ്പെസിഫിക് ആയിട്ട് ഇഷ്ടമുള്ള ടോപ്പിക് ഏതാണോ അത് ചൂസ് ചെയ്യുക. അതിനുശേഷം അതിലെ ഒരു ടോപ്പിക്ക് ക്ലിയർ ആയി ക്ലാസ് എടുക്കാവുന്ന രീതിയിൽ പ്രിപ്പയർഡ് ആയിട്ട് പോകുക. യൂഷ്വലി മിക്കവാറും ഇന്റർവ്യൂകൾക്കെല്ലാം, കോളേജ് ഇന്റർവ്യൂകൾക്കെല്ലാം ചെല്ലുമ്പോഴേ നിങ്ങളോട് ചോദിക്കും ഏത് ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രിയാണ് ഇഷ്ടം, അതിലേതാണ് ഇഷ്ടം എങ്കിൽ ആ ടോപ്പിക്കിനെ പറ്റി ക്ലാസ് എടുത്തു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കിനെ പറ്റി ക്ലാസ് എടുത്തു. അല്ലാതെ ഇന്ന ടോപ്പിക്കിനെ പറ്റി തന്നെ ക്ലാസ് എടുക്കണമെന്ന് കോളേജ് ഇന്റർവ്യൂകളിൽ പറയാറില്ല. കാരണം ടോപ്പിക്ക് വളരെ വാസ്റ്റ് ആണ്, എല്ലാം പ്രിപ്പയർഡ് ആയിട്ട് ആർക്കും വരാനായിട്ട് പറ്റത്തില്ല. ദെൻ വളരെ കൃത്യമായിട്ട് വേറെ കാര്യം കൂടി ഓർത്തിരിക്കണം. നിങ്ങൾ ഇത് പ്രിപ്പയർഡ് ആയിട്ട് നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നിങ്ങൾ നമ്മളൊരു കാര്യം മിസ്സായിപ്പോയി. കാരണം ഇതിനകത്ത് ഈ സെൽഫ് ഇൻട്രൊഡക്ഷനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പേപ്പർ പബ്ലിക്കേഷൻ, ബുക്ക് ചാപ്റ്റേഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ബുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻസ് കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ ആഡ് ചെയ്യാവുന്നത് ആണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ക്ലാസ് എടുക്കാനായിട്ട് പറയുന്നു, നിങ്ങൾ ക്ലാസ് എടുക്കുന്നു. ക്ലാസ് എടുക്കുമ്പോൾ എപ്പോഴും ഓർക്കുക, കുട്ടികളുടെ അറ്റൻഷൻ സീക്ക് ചെയ്യുന്ന അറ്റൻഷൻ നമ്മൾ ഗെയിൻ ചെയ്യുന്ന രീതിയിൽ ക്ലാസ് ഇൻട്രോ കൊടുത്ത് ആ ടോപ്പിക്കിലേക്ക് കടന്ന് വളരെ നന്നായിട്ട് ക്ലാസ് പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഏത് ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങൾ മോഡൽസുമായിട്ട് പോയി ക്ലാസ് എടുക്കുന്നതിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. യൂഷ്വലി നിങ്ങളോട് ഒരു 5 to 10 minutes ആണ് ക്ലാസ് എടുക്കാൻ പറയുക. ക്ലാസ്സിന് ശേഷം
യൂഷ്വലി ആ സ്പെസിഫിക് ടോപ്പിക്കിനെ പറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾ ഏത് ബ്രാഞ്ചാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞത് ആ ബ്രാഞ്ചിലെ വേറെ ഏതെങ്കിലും ഒക്കെ ടോപ്പിക്കുകളിൽ നിന്ന് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാം. പിന്നെ ചില സാഹചര്യങ്ങൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ ഫിസിക്കൽ കെമിസ്ട്രി ഇഷ്ടമാണെന്ന് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഇഷ്ടമുള്ള ഒരു ഭാഗം പറയുക എന്ന് ചോദിക്കും. അതിൽ നിന്ന് 1-2 ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും പോകുമ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് നന്നായി പഠിക്കുക. ബാക്കിയുള്ള ബ്രാഞ്ച് ഓഫിൽ നിന്ന് ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്ത് ആ ടോപ്പിക്ക് കൂടെ പഠിച്ചിട്ട് പോവുക. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. അതിനുശേഷം നിങ്ങൾ നോർമൽ ഇന്റർവ്യൂ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ യൂത്തിനെ നിങ്ങൾക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് NEP ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട് കോളേജ് ലെവലിൽ ചോദ്യങ്ങൾ ഉണ്ടാവാം. അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികൾ വല്ലാണ്ട് കോളേജുകളിൽ കുറവാണ്, ഒരു കാരണം എന്താണ്, അങ്ങനെ ഫോർ എക്സാമ്പിൾ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റി, അല്ലെങ്കിൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് PhDs വളരെ മോശമാണ്, നിങ്ങൾക്ക് PhD ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ PhD ചെയ്യാൻ പ്ലാൻ ഉണ്ടോ, PhD ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണ് പബ്ലിക്കേഷൻ, നിങ്ങളുടെ ടോപ്പിക്കിന്റെ റിലവൻസ് എന്താണ്, നിങ്ങൾക്ക് പബ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതിന്റെ ഇമ്പാക്ട് ഫാക്ടർ എന്താണ്, ഇങ്ങനെയുള്ള ഇമ്പാക്ട് ഫാക്ടർ എന്താണ്, ഏത് ജേണലാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഇനി ഫർദർ ആയിട്ടുള്ള പ്ലാൻസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോളേജ് ഇന്റർവ്യൂവിൽ ചോദിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ കോളേജ് ഇന്റർവ്യൂവിൽ നടക്കാം ആസ് യൂഷ്വൽ. ദെൻ അടുത്ത കേസിലാണ് നമ്മൾ HSST ഇന്റർവ്യൂ. HSST ഇന്റർവ്യൂവിനകത്തും ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് സെൽഫ് ഇൻട്രൊഡക്ഷൻ തന്നെയാണ്. അതിനുശേഷം ഡെമോ ക്ലാസ്. ഈ HSSTയുടെ കേസിൽ നിങ്ങൾ ഡെമോ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, 2 രീതിയിൽ ഡെമോസ് നടക്കുന്നുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടോപ്പിക്ക് നിങ്ങളോട് ക്ലാസ് എടുത്തോളാൻ പറയും. പക്ഷെ നമുക്കറിയാം HSSTയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആകെയുള്ളത് ക്ലാസ് പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും ടെക്സ്റ്റ് ബുക്ക് മാത്രമാണ്. ആ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ടോപ്പിക്കുകളും പ്രിപ്പയർഡ് ആയിട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്. കാരണം ചിലടത്ത് സംഭവിക്കുന്നത്, നിങ്ങൾക്ക് 10 മിനിറ്റ് മുമ്പ് നിങ്ങൾ ലോട്ട് തന്നതിന് ശേഷം നിങ്ങളോട് ടോപ്പിക് എടുക്കാൻ പറയും, ആ ടോപ്പിക്ക് നിങ്ങൾക്ക് 10 മിനിറ്റ് പ്രിപ്പയർ ചെയ്യും. സോ ആ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ NCERTയുടെ പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിന്റെയും നിങ്ങളുടെ സ്പെസിഫിക് സബ്ജക്റ്റിന്റെ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ കീപ്പ് ചെയ്യുക. ക്ലാസ് എടുക്കാൻ പറയുമ്പോൾ അത് കൃത്യമായിട്ട് നോക്കുക, ക്ലാസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയും സംഭവിക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഫേവറേറ്റ് ടോപ്പിക്ക് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാവുന്നതാണ്. കോളേജ് ഇന്റർവ്യൂവിനേക്കാളും ഒരു സ്കൂൾ ഇന്റർവ്യൂവിനെ ചെല്ലുന്ന സമയത്ത് അവർ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കുട്ടികളെ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ സ്കൂളുകളിൽ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസിനെ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരവിടെ നോക്കാറായിട്ടുണ്ട്. സോ അങ്ങനെയുള്ളത് കൊണ്ട് ഇപ്പം സബ്ജക്ട് സ്പെസിഫിക് ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. യൂഷ്വലി സബ്ജക്ട് സ്പെസിഫിക് ആയ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു പ്ലസ് 2 നിലവാരത്തിലും പ്ലസ് 2 നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ കൂടുതലായിട്ടും എക്സ്പെക്ട് ചെയ്യേണ്ടത്. എങ്കിൽ പോലും BSc ലെവലിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. പക്ഷേ ചില ബോർഡുകൾ MSc ലെവലിലുള്ള ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. ബട്ട് മജോറിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒരു 70% ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്ലസ് 1 പ്ലസ് 2മായി ബന്ധപ്പെട്ടും, അതുപോലെ വേണമെങ്കിൽ ഒരു 10% ക്വസ്റ്റ്യൻ 10ാം ക്ലാസ് വരെയുള്ള നിലവാരത്തിൽ നിന്നും, ഒരു 20% ഓഫ് ദ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഹയർ ലെവലിലും നിങ്ങളോട് ചോദിക്കാം. ദെൻ പെഡഗോജിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പെഡഗോജിയിൽ, ഫോർ എക്സാമ്പിൾ പെഡഗോജി ഓഫ് ഏത് സബ്ജക്റ്റ് ആണ്, അതുപോലെ അതിനകത്ത് സൈക്കോളജിക്കൽ ആസ്പെക്റ്റുകൾ, കുട്ടികളുടെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ എന്താണ് കരിക്കുലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ദെൻ ഇവാലുവേഷനുമായി, ഫോർ എക്സാമ്പിൾ ലേണിംഗ് ഇവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട്, ആക്റ്റീവ് ലേണിംഗ് പാസീവ് ലേണിംഗുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ലേണിംഗ് പ്രൊസീജിയേഴ്സ് നടത്താൻ പറ്റും, നിങ്ങളുടെ ഇവാലുവേഷൻ എങ്ങനെ നടത്തും, ദെൻ കണ്ടിന്യൂസ് ഇവാലുവേഷൻ അല്ലെങ്കിൽ അസസ്മെന്റുകളെ പറ്റി, ഈ രീതിയിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളെ പറ്റി, ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട തിയറികൾ, അതിന്റെ കൊടുത്ത തിയറിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ എന്തൊക്കെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയും നിങ്ങളോട് ചോദിക്കാവുന്നതാണ്. ഇതൊക്കെയാണ് നിങ്ങളുടെ ഒരു ഫസ്റ്റ് ഇന്റർവ്യൂവിനകത്ത് കടന്നു ചെല്ലുമ്പോൾ ഫസ്റ്റ് സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരിക്കും, ഡെമോ എടുക്കാൻ പറയും. അതിനുശേഷം സബ്ജക്റ്റിനെ പറ്റിയും പെഡഗോജിയെ പറ്റിയും ചോദ്യങ്ങൾ ഉണ്ടാവും. അതുപോലെ ജനറൽ ആയിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന വിഷയങ്ങൾ, കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ഫോർ എക്സാമ്പിൾ യൂഷ്വലി പോക്സോയുമായി ഒക്കെ ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സോ അല്ലെങ്കിൽ ചൈൽഡ് റൈറ്റുമായി ബന്ധപ്പെട്ട്, പിന്നെ ഇപ്പം കുട്ടികളെ അടിക്കാൻ പാടുണ്ടോ ഇല്ലയോ, ശിക്ഷണം വേണോ വേണ്ടയോ, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ലഹരിയുടെ ഉപയോഗം, ഇവ കാര്യങ്ങളെ പറ്റിയൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവും. സോ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പ്രിപ്പയർഡ് ആയിട്ട് വേണം നമ്മൾ ഒരു HSST ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് പോകാനായിട്ട്. ഓക്കെ, അതിനുശേഷം അതുപോലെ തന്നെ നിങ്ങളൊരു HSC ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിൽ HSC ഇന്റർവ്യൂവിന് പോകുമ്പോഴും പ്രൊസീജിയേഴ്സ് ഇങ്ങനെ തന്നെയാണ്. പക്ഷേ HSC ഇന്റർവ്യൂ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫിസിക്കൽ സയൻസാണ് പോകുന്നതെങ്കിൽ നിങ്ങളോട് ഫിസിക്സിൽ നിന്ന് വേണമെങ്കിലും ചോദിക്കാം, കെമിസ്ട്രിയിൽ നിന്നും ചോദിക്കാം. HSCയുടെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ അല്ല UPSCയുടെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ ടോപ്പിക്ക് പ്രിപ്പയർഡ് ആയി പോയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങൾ വളരെ കുറവാണ്. കാരണം നിങ്ങൾക്കൊരു സ്ലോട്ട് തന്നിട്ട് ആ ടോപ്പിക്കിനെ പറ്റി ക്ലാസ് എടുക്കാൻ പറയാനാണ് കൂടുതൽ സാധ്യത. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം HSC ഇന്റർവ്യൂ ആണെങ്കിൽ 8ലെയും 9ലെയും 10ലെയും
എല്ലാ ടോപ്പിക്കിലും നമ്മൾ ക്ലാസ് എടുക്കാനായിട്ട് അറിഞ്ഞിരിക്കണം. ഒരു യു പി സ്കൂൾ ഇന്റർവ്യൂവിനാണെങ്കിൽ 5ലെയും 6ലെയും 7ലെയും ഏത് ടോപ്പിക്ക് പറഞ്ഞാലും നമ്മൾ HSAക്ക് പോകുമ്പോൾ ഫിസിക്കൽ സയൻസ് ആണ്, ഫിസിക്സും കെമിസ്ട്രിയും മാത്രമേ പറഞ്ഞാൽ മതി. പക്ഷെ UPSAക്ക് പോകുന്ന സമയത്ത് നമ്മൾ എല്ലാ വിഷയങ്ങളും ഏത് ടോപ്പിക്ക് ചോദിച്ചാലും ക്ലാസ് എടുക്കാനായിട്ട് നമ്മൾ പ്രിപ്പയർ ആയിട്ട് വേണം. അപ്പോൾ ദെൻ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പെഡഗോജിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് അല്പം കൂടി ഒരു കുട്ടികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളുമായി ബന്ധപ്പെട്ട രീതി, അപ്പോൾ ആ ഒരു ഏജിന്റെ രീതിയിലുള്ള അവർ നേരിടുന്ന പ്രശ്നങ്ങളെയൊക്കെ വെച്ചിട്ടായിരിക്കും നിങ്ങളോട് ചോദ്യങ്ങൾ കൂടുതലായിട്ട് ചോദിക്കാൻ വരിക. ദെൻ പിന്നെ HSA ഇന്റർവ്യൂവിന് പോകുമ്പോൾ പല സ്കൂളുകളിലും ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഉള്ളതുകൊണ്ട് കുറച്ച് ക്ലാസ് നിങ്ങളോട് ഇംഗ്ലീഷിലും കുറച്ച് ക്ലാസ് നിങ്ങളോട് മലയാളത്തിലും എടുക്കാനായിട്ട് പറയും. സോ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും ടെക്നിക്കൽ ടേംസ് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ദെൻ എങ്ങനെയായിരിക്കും നിങ്ങൾ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക? ഒരു HSST വരെ HST കോളേജ് ലെവലിൽ നിങ്ങൾക്ക് ആ ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടോ, ഇതൊന്നും അവർ അത്രയും നോക്കില്ല. പക്ഷേ കുട്ടികളിലേക്ക് ഒരു സ്റ്റോറി വഴി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ആക്ടിവിറ്റി വഴി നിങ്ങൾക്ക് ഈ പറയപ്പെടുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് എസ്പെഷ്യലി UP സ്കൂൾ ഇന്റർവ്യൂവിലും LP സ്കൂൾ ഇന്റർവ്യൂവിലും കുറെയൊക്കെ HSA ഇന്റർവ്യൂവിലും നോക്കാറുണ്ട്. സോ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് പോവാനായിട്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഓരോന്നിനും ഡിഫറെന്റ് ആണ്. പക്ഷേ നമ്മൾ HSA ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ +1 +2 ടോപ്പിക് അറിഞ്ഞിരിക്കും, തീർച്ചയായും അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങളോട് ഒരു 10ാം ക്ലാസ് നിലവാരം 8, 9, 10ാം ക്ലാസ് നിലവാരത്തിൽ ഒരു 50 to 60% ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിനുശേഷം 40% ചോദ്യങ്ങൾ ഒന്നെങ്കിൽ +2 നിലവാരത്തിലോ അല്ലെങ്കിൽ ഹയർ ഡിഗ്രി അല്ലെങ്കിൽ PG ലെവലിലുള്ള ചോദ്യങ്ങളോ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പെഡഗോജിയുമായി ബന്ധപ്പെട്ട് യൂഷ്വലി ഹയർ ലെവലിലും ചോദിക്കില്ല, നിങ്ങൾക്ക് ലോ ലെവലിലുള്ള പെഡഗോജിയുമായി ബന്ധപ്പെട്ട വളരെ സിമ്പിൾ ആയ കാര്യങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ. ദെൻ ചില സാഹചര്യങ്ങളിൽ ഡെമോ നിങ്ങളോട് പ്രിപ്പയർഡ് ആയിട്ട് വന്നിരിക്കുന്ന ടോപ്പിക്ക് തന്നെ എടുത്തോളാനും പറയാൻ സാധ്യതയുണ്ട്. സോ ഇങ്ങനെയാണ് ഓരോന്നിന്റെ പ്രിപ്പറേഷൻസ് വരിക, ഓരോന്നും ഓരോ രീതിയിലാണ് നടക്കുക. അതനുസരിച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് നമ്മൾ ഏതിനാണോ പോകുന്നത്, ഏത് തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ പോകുന്നത്, പിന്നെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയാലും ആ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയുള്ള ബേസിക് ഇൻഫർമേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മാനേജ്മെന്റ് ആരാണ്, ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മാനേജ്മെന്റ് ഏത്, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയത്, എത്ര മുതൽ എത്രാം ക്ലാസ് വരെ അവിടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, പിന്നെ അറ്റ്ലീസ്റ്റ് മാനേജറുടെയും പ്രിൻസിപ്പലിന്റെ പേരെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് അറിയാം. അത്രയെങ്കിലും ബേസിക് പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മോട്ടോ എന്താണ്, ലോഗോയുടെ പ്രത്യേകത എന്താണ്, ഇത്ര ഇൻഫർമേഷൻസ് എങ്കിലും നമ്മൾ കളക്ട് ചെയ്ത് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം കൃത്യമായിട്ട് ഇന്റർവ്യൂവിന് പോകാൻ. ഇത് കണ്ടതിന് ശേഷം ഇന്റർവ്യൂവിന് പോകുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചോദിക്കാം. അതുമായി ബന്ധപ്പെട്ട് ഒരു ടൈപ്ഡ് റിപ്ലൈ മതിയെങ്കിൽ അത് തരുന്നതാവും. അതല്ല ഒരു വീഡിയോ ആയിട്ടുള്ള റിപ്ലൈ ആവശ്യമായിട്ടുള്ള ക്വയറികൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനും കൃത്യമായി നിങ്ങൾക്ക് മറുപടി തരുന്നതാവും. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.